ഹായ് ഫ്രണ്ട്സ്, അപ്പം അറിഞ്ഞോ ഡിസംബർ 28 കേട്ടോ പ്രിലിംസ്. അതായത് കേരള PSCയുടെ ഒട്ടനവധി എക്സാമുകൾ 2025 വരുന്നുണ്ട്. പക്ഷേ 2024 നമ്മൾ അപ്ലൈ ചെയ്ത സെക്രട്ടേറിയറ്റ് OA, അതുപോലെ തന്നെ ലബോറട്ടറി അസിസ്റ്റന്റ്, സ്റ്റോർ കീപ്പർ എന്നീ വിവിധ തസ്തികകളിലേക്കായിട്ടുള്ള പരീക്ഷ, പ്രിലിംസ് പരീക്ഷ 4 ഘട്ടങ്ങളായിട്ടാണ് PSC നടത്താൻ പോകുന്നത്. ആദ്യഘട്ടം ഡിസംബർ 28 നടത്തും. തുടർന്നുള്ള ഘട്ടങ്ങൾ ഫെബ്രുവരിയിലും മാർച്ചിലും നടത്തും. ഏപ്രിൽ അവസാനം മെയ് ആദ്യത്തോടു കൂടി, മാർച്ച് അവസാനം ഏപ്രിൽ മെയ്യോടുകൂടി അതിൻ്റെ മെയിൻ എക്സാം നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം പഠനമൊക്കെ ഉഷാറായിട്ട് പോകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. മാത്രമല്ല 2025 ഒട്ടനവധി എക്സാമുകളുടെ നിര വരാൻ പോവുകയാണ്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് സെയിൽസ്മാൻ, അസിസ്റ്റന്റ് സെയിൽസ് വുമൻ, ബീവറേജസ് കോർപ്പറേഷനിൽ LDC, വിവിധ കമ്പനി കോർപ്പറേഷനുകളിൽ LGS, ഇതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷനും ഒക്കെ വരാൻ പോവുകയാണ്. തുടർന്ന് അതിൻ്റെ എക്സാമുകളുണ്ടാവും. ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താ? ഇതിനൊക്കെ ഏറെക്കുറെ സമാനമായ സിലബസാണ്. ഈ 10th ലെവൽ എക്സാമുകൾക്കൊക്കെ ഏറെക്കുറെ സമാനമായ സിലബസാണ്. അപ്പോൾ ഒരൊറ്റ പഠനം പഠിച്ചാൽ മതി. അതിനൊക്കെ പറ്റിയ ഒരൊറ്റ കോഴ്സ് വെറും 1200 രൂപയ്ക്ക്. ലൈവ് ക്ലാസ് ഉണ്ട്, റെക്കോർഡ് ക്ലാസ് ഉണ്ട്. ലൈവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്ലാസ്സിൽ സംശയം ചോദിച്ചാൽ അത് അവസാനം വരെ പറഞ്ഞു തരും. ലൈവ് ക്ലാസ് ഉണ്ട്, റെക്കോർഡ് ക്ലാസ് ഉണ്ട്, അതുപോലെ തന്നെ മോക്ക് എക്സാമുകളുണ്ട്, എല്ലാം അടങ്ങിയിട്ടുള്ളത്. ജസ്റ്റ് ഞാൻ ലിങ്ക് തന്നിട്ടുണ്ടോ, ഒന്ന് കയറി നോക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ? നിങ്ങൾക്ക് 10 രൂപ അടച്ചു കഴിഞ്ഞാൽ 3 ദിവസത്തേക്ക് അതിൻ്റെ എന്ത് കാണാം? 20 രൂപ അടച്ചാൽ 3 ദിവസം നിങ്ങൾ നോക്കി നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. മൊത്തം ക്ലാസ്സുകളൊക്കെ ഒന്ന് കയറി കാണാലോ, ഞാൻ ഈ പറയുന്നതൊക്കെ ശരിയാണോ എന്നുള്ളത്. അത് നിങ്ങൾക്ക് നോക്കാം. ലിങ്ക് ഞാൻ താഴെ നൽകിയിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ കോഴ്സ് പർച്ചേസ് ചെയ്താൽ മതി. ഇനി അടുത്തൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, എന്തായി ഫിസിക്സ് പഠനം? ഉഷാറായി പോകുന്നുണ്ടോ? നമ്മുടെ മൊഡ്യൂൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഫിസിക്സ് ആണല്ലോ അല്ലേ? ഇനി ഇന്ത്യൻ ജോഗ്രഫിയാണ്. അപ്പോൾ പുതിയ കുട്ടികൾക്ക്, ഇത് പുതുതായി കാണുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, നമുക്ക് ഇതിനൊക്കെ കൂടിയിട്ടുള്ള ഫ്രീ കോഴ്സ് നടക്കുന്നുണ്ട്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ ഫിസിക്സ് ആണ്. ഇന്ന് ഫിസിക്സിൻ്റെ ലൈവ് ക്ലാസ് നടക്കും. ഇതുവരെ PSC ചോദിച്ച ചോദ്യങ്ങൾ മുഴുവൻ കവർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഫിസിക്സ് മറ്റൊരു ദിവസം നമ്മൾ വെക്കും. ഇതുവരെ 5 വീഡിയോ നമ്മൾ നടന്നു. ആ 5 വീഡിയോയിലെ ചോദ്യങ്ങളും കൂടാതെ ഇന്ന് വരെ ഫിസിക്സ് നടത്തിയിട്ടുള്ള മറ്റ് ചോദ്യങ്ങളും ഉൾപ്പെടെ ഒരു യൂട്യൂബ് ലൈവ് ക്ലാസ് വൈകുന്നേരം 7 മണിക്ക്. ഇന്നിപ്പോൾ നിങ്ങൾക്കറിയാം 19-ാം തീയതിയാണ്. ഇത് 19-ാം തീയതി കഴിഞ്ഞ് ഈ വീഡിയോ കാണുന്നവർ ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് തന്നെ ഞാൻ ആ ക്ലാസ്സിൻ്റെ ലിങ്കും തരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നാളെ നമുക്ക് ഫിസിക്സ് എന്നുള്ള എക്സാമാണ്. ഓക്കെ, 20 മാർക്കിൻ്റെ ചോദ്യമാണ്. 10 മിനിറ്റ് സമയം. നിങ്ങൾക്ക് നാളെ രാവിലെ 6 മണി മുതൽ വൈകുന്നേരം രാത്രി 12 മണി വരെ നിങ്ങൾക്ക് ചെയ്യാം. മറ്റന്നാൾ ഞാൻ അതിൻ്റെ റിസൾട്ടും പ്രഖ്യാപിക്കും. നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ റിസൾട്ട് അറിയാം. ആരാണ് 1ാം റാങ്ക്, 2ാം റാങ്ക്, 3ാം റാങ്ക്. സുഹൃത്തുക്കളെയൊക്കെ കൂട്ടി ഉഷാറാവുക കേട്ടോ. വാട്സപ്പ് ഗ്രൂപ്പിലാണ്, ഫ്രീ ആണ്. ഒട്ടനവധി കറണ്ട് അഫയേഴ്സ് വന്നിട്ടുള്ളൊരു മറ്റേ ആഴ്ചയാണ് കേട്ടത് അല്ലേ? ബാലൻദിയർ പുരസ്കാരങ്ങൾ വന്നു. അതുപോലെ തന്നെ കേരള ജ്യോതി പുരസ്കാരം MK സാനുമാഷിക്കാട്ട. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. MK സാനുമാഷിക്കാണ്. അതുപോലെ തന്നെ വളരെ പ്രശസ്തരായിട്ടുള്ള 2 മലയാളികൾ, വളരെ പ്രശസ്തമായ 2 സ്ഥാനങ്ങളിലേക്ക് മലയാളികൾ എത്തിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റി പ്ലാറ്റ്ഫോമിൽ ഇട്ടിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് ദിവസവും പ്രതീക്ഷിക്കാം അവിടെ കറണ്ട് അഫയേഴ്സ്. അപ്പോൾ കറണ്ട് അഫയേഴ്സിൻ്റെ ഫുൾ അപ്ഡേഷൻ നമ്മുടെ കമ്മ്യൂണിറ്റി പ്ലാറ്റ്ഫോമിൽ ഉണ്ടാവും. കൂടാതെ വാട്സാപ്പ് ഗ്രൂപ്പിൽ മെല്ലെ ഇടും. പക്ഷേ അവിടെ ഒരൊറ്റ സ്ഥലത്തായിട്ടുണ്ടാവും. അവിടെ ക്ലാസ്സുകൾ ഞാൻ തരുന്നുണ്ട്. ഇത് കൂടാതെ ഫ്രീ ക്ലാസ്സുകൾ അവിടെയുണ്ട്. PSC ബുള്ളറ്റിനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട്. അപ്പോൾ ഇതൊക്കെ ഉപയോഗിക്കുക. ഫ്രീ ആയിട്ടുള്ളവർ ഉപയോഗിച്ച് മുന്നോട്ട് പോവുക. പിന്നെ കോമ്പസ് എന്തായി? നിങ്ങൾ ആരും ഒരു ക്ലാസ് ആവശ്യപ്പെട്ടില്ല. മെമ്മറിനെ കുറിച്ചിട്ടോ അതല്ലെങ്കിൽ എങ്ങനെ ടൈം മാനേജ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടോ. നിങ്ങൾ ക്ലാസ്സുകൾ ആവശ്യപ്പെട്ടാലേ കോമ്പസിൽ ഞാൻ ക്ലാസ് ഇടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആവശ്യപ്പെട്ടാൽ ഇതിന് താഴെ കമൻറ്റ് ചെയ്താൽ ഞാനത് ചെയ്യും. നിങ്ങളാരും ആവശ്യപ്പെട്ടില്ല, അതുകൊണ്ട് ഞാൻ ക്ലാസ് ഇട്ടിട്ടില്ല. ഇങ്ങനെ തന്നെ പോയാൽ മതിയോ? കോമ്പസിൻ്റെ ആ ശൈലി 100ഓളം മിടുക്കരായ ടോപ്പ് റാങ്കിൽ എത്തിയിട്ടുള്ളവരുടെ തന്ത്രങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ കോമ്പസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ നിങ്ങളുടെ പ്രതികരണത്തിനനുസരിച്ചിട്ട് ഞാൻ അവിടെ വീഡിയോ ഇട്ടിട്ട് കാര്യമുള്ളൂ അല്ലേ? അപ്പോൾ അതൊന്ന് ആവശ്യപ്പെട്ടാൽ ഞാൻ തരാം. ഏത് സ്പെസിഫിക് ആയി നിങ്ങൾ നേരിടുന്ന പ്രശ്നം എന്താണെന്ന് പേഴ്സണലായിട്ടൊന്നും പറയണ്ട, പൊതുവായി പറഞ്ഞാൽ മതി. അപ്പോൾ അതിനനുസരിച്ച് പറയാം. ചിലപ്പോൾ വീട്ടമ്മമാരുണ്ടാവും, കുട്ടികളുള്ള വീട്ടമ്മമാരെ എങ്ങനെ പഠിക്കാം, അതിന് ടൈം എങ്ങനെ മാനേജ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെട്ടതിനനുസരിച്ച് ക്ലാസ്സുകളാണ്. അപ്പോൾ നന്നായി പഠിച്ചു പോവുക. ഇത് കഴിഞ്ഞാൽ 21-ാം തീയതി മുതൽ 25-ാം തീയതി വരെ ഇന്ത്യൻ ജോഗ്രഫിയാണ്. ഇന്ത്യൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട ക്ലാസ് കിട്ടും.
24-ാം തീയതി ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഒരു യൂട്യൂബ് ലൈവ് ക്ലാസ് വയ്ക്കും. 25-ാം തീയതി നമ്മൾ അതിനുള്ള മാസ്റ്റർ എക്സാമും നടത്തും. ഓക്കെ, അപ്പോൾ വീണ്ടും അടുത്ത ക്ലാസ് കാണാം. ഒട്ടനവധി കറണ്ട് അഫയേഴ്സും ഒക്കെ നടന്ന കൊല്ലമാണ്, അതൊക്കെ അപ്ഡേറ്റ് ആവുക. ഈ പരീക്ഷയ്ക്ക് ചോദിക്കില്ല, പക്ഷേ ഇനി വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ചോദിക്കും. കറണ്ട് അഫയേഴ്സൊക്കെ അപ്ഡേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ തലകുത്തി മറിഞ്ഞിരുന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ മറക്കണ്ട പ്രിലിംസ്, 10th പ്രിലിംസ് ഡിസംബർ 28. നിങ്ങൾ ഡിസംബർ 28 തന്നെയാണ് നിങ്ങളുടെ 10th പ്രിലിംസ് എന്നുള്ള നിലയിൽ വർക്ക് ചെയ്യണേ കേട്ടോ. അല്ലാതെ എനിക്ക് ജനുവരിയിലായാലോ ഫെബ്രുവരിയിലായാലോ എന്നുള്ള ആശ്വാസം കൊള്ളണ്ട. ഒരു എന്തുണ്ടായിരിക്കുക, ഒരു റെഡി ആയിരിക്കുക. അത് വിചാരിച്ച് ടെൻഷൻ അടിക്കരുത്. പഠിച്ചു പോകാൻ പറ്റാവുന്ന അത്ര പഠിക്കുക. ഓക്കെ, ടെൻഷൻ അടിച്ചൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ കേട്ടോ. നമ്മുടെ വിൻഡോജുവിൻ്റെ ഏറ്റവും പ്രധാന മുദ്രാവാക്യം തന്നെ എന്താണ്? സാധാരണ എല്ലാവരും പഠിക്കൂ പ്രഷർ അടിച്ച്. ഞാൻ പറയുന്നത് ലൈഫിൽ എല്ലാ തരത്തിലുള്ള എൻജോയ്മെൻറ്റും വേണം. ഒന്നും ഒഴിവാക്കിക്കൊണ്ടല്ല PSC പഠനം നടത്തേണ്ടത്. അപ്പോൾ എന്താ വെച്ചാൽ നമുക്കത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഒരു സർക്കാർ ജോലി കിട്ടുന്നത് വരെ പഠിക്കണം എന്നുള്ള തീരുമാനമെടുത്തിട്ടാണ് വരേണ്ടത്. അപ്പോൾ 3-4 മാസത്തിനുള്ളിൽ കിട്ടിയിട്ടില്ലെങ്കിലും നമുക്ക് ഇനിയും മാസമുണ്ട്, നമ്മുടെ പഠനം കൂടി വരും. ഞാനൊരു രഹസ്യം പറയട്ടെ, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും, അതിനെക്കുറിച്ച് കമൻറ്റ് പറയണം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പോൾ LDC നന്നായി പഠിച്ചവർ, ഏറ്റവും നന്നായി പഠിച്ചവർ, അതിൽ ഏറ്റവും നന്നായി എക്സാം എഴുതിയവർ, അവർ പ്രാവശ്യത്തെ LDCയിലെത്തും. ഇനി നിങ്ങൾക്ക് അവരായിട്ട് മത്സരിക്കണ്ട. ദീർഘകാലത്തേക്ക് സർക്കാർ ജോലി എന്ന് സ്വപ്നം കാണുന്നവർക്കുള്ള അഡ്വാൻറ്റേജ് എന്താ? നന്നായി പഠിച്ചവർക്കൊക്കെ തൻ്റെ മുകളിലുള്ളവർക്കൊക്കെ ജോലി കിട്ടി പോകും. അപ്പം തൻ്റെ ഊഴം വരും. ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഓക്കെ, അപ്പം PSC നിരന്തരമായിട്ട് പരിശ്രമിക്കുകയും ആ സർക്കാർ ഓഫീസിൽ എനിക്കൊരു കസാരയുണ്ടെന്ന് കരുതുന്നവർക്കും ജോലി കിട്ടിയിട്ടുണ്ട്. ഒന്നാണ്ട് കിട്ടിയാൽ പിന്നെ പടപടാച്ചിട്ട് കിട്ടി തുടങ്ങുകയും ചെയ്യും. അതിന് എത്ര ഉദാഹരണങ്ങൾ. അപ്പോൾ അത് മനസ്സിലായല്ലോ, ഇത് ശരിയല്ലേ ഞാൻ പറയണത്? അതായത് ഇപ്പോൾ LDC പല ജില്ലകളിലുമായിട്ട് 500 മുതൽ 800 വരെ ആളുകളെ എന്ത് ചെയ്യും, അപ്പോയിന്റ് ചെയ്യും. ആ റാങ്ക് ലിസ്റ്റിലുള്ളവർ ഇനി LGSനോ അടുത്ത LDCക്കോ മത്സരിക്കാണ്ടാവുമോ? ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ പഠനം തുടങ്ങുകയോ കുറച്ച് കാലം മുന്നേ പഠനം തുടങ്ങുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മെല്ലെ അങ്ങനെ മുന്നിക്കെത്തും. നിങ്ങളുടെ മുന്നിലുള്ളവർക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ചാൻസാണ്. അതിനിടയിൽ നന്നായി പഠിച്ചു പോകുന്നവർ ഇപ്പം തന്നെ ജോലിയിലേക്ക് കയറുകയും ചെയ്യും. ക്ലിയർ? അപ്പോൾ നന്നായി പഠിച്ചവരായിട്ടുള്ള മത്സരം സ്ഥിരമായി പഠിക്കുന്നവർക്ക് കുറഞ്ഞു വരുന്നൊരു പരീക്ഷയാണ് PSC പോലുള്ള എക്സാമുകൾ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കളെയും കൂട്ടി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വരിക, പഠനം ഉഷാറാക്കുക, കമ്മ്യൂണിറ്റി പ്ലാറ്റ്ഫോമിൽ ചേരുക. അവിടെ നിങ്ങൾക്ക് കാര്യങ്ങൾ പറയാം, വീഡിയോ പോസ്റ്റ് ചെയ്യാം. അവിടെ ഞാൻ കറണ്ട് അഫയേഴ്സും മറ്റു കാര്യങ്ങളുമായിട്ടുള്ള മറ്റു ക്ലാസ്സുകളും ഞാൻ അവിടെ ഇട്ടുകൊണ്ടിരിക്കും. അവിടെ നമ്മൾ പ്രധാനമായും കവർ ചെയ്യുക PSC ബുള്ളറ്റിൻ, തൊഴിൽ വാർത്ത, തൊഴിൽ വിധി തുടങ്ങിയവയിലെ പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകളും കറണ്ട് അഫയേഴ്സും മറ്റു കാര്യങ്ങളുമാണ്. ഓക്കെ, താങ്ക് യു.